നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ബിജെപി കേരള നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് കൈമാറി. നിയമസഭയിൽ അക്കൗണ്ട് തുറന്നത് നേട്ടമായെങ്കിലും പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്രമന്ത്രിമാരെ സംസ്ഥാന നേതാക്കൾ ഇന്ന് കാണും. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ് എന്നിവരാണ് ദില്ലിയിലെത്തി തെരഞ്ഞെടുപ്പിലെ പ്രകടനവും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യവും ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായൊരു സീറ്റിൽ വിജയിക്കാനായത് നേട്ടമാണെങ്കിലും പ്രതീക്ഷിച്ച വോട്ടോ സീറ്റോ ലഭിച്ചില്ലെന്ന അഭിപ്രായം നേതൃത്വത്തിനുണ്ട്. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി ഇന്നലെ രാത്രിയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ദേശീയ തലത്തിൽ പുനഃസംഘടന നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 2 നേതാക്കളെ പരിഗണിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് ശേഷം CPIM കേരളത്തിൽ വ്യാപകമായി അക്രമം നടത്തുകയാണെന്നും ക്രമസമാധാനം തകർന്നുവെന്നും ആരോപിച്ച് പ്രചാരണം ശക്തമാക്കാനും BJP തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി മെയ് 8-ന് പിണറായിയിലും 16-ന് തിരുവനന്തപുരത്തും കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദും പിണറായിയിൽ മീനാക്ഷി ലേഖിയും പങ്കെടുക്കും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്ന് കേന്ദ്രത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് താമസം വിന ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ വികസന ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ കേന്ദ്രമന്ത്രിമാരുമായും BJP നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. റിപ്പോർട്ടർ, ദില്ലി.